ചില സാലഡുകൾ അതുണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാതെ കഴിച്ചു പോകും. ഈ സാലഡ് നിർത്താതെ കഴിച്ചു പോകും. അങ്ങനത്തെ ഒരു സാലഡാണ് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. ഇപ്പം ഇതങ്ങ് ഭയങ്കര ടേസ്റ്റാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ സാലഡിൻ്റെ ടേസ്റ്റേ വരത്തുള്ളൂ. പക്ഷേ ചില സാലഡുകളൊക്കെ നമ്മൾ അത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കാണുമ്പം തന്നെ, അല്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് ആ ഒരു രീതി അറിയുമ്പോഴും നമുക്ക് കഴിക്കാനായിട്ട് ഒത്തിരി ഇഷ്ടം തോന്നും. അപ്പം ഞാൻ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന സാലഡാണ് ഇത്. ഞാൻ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു സാലഡാണ് കേട്ടോ. അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ക്യാപ്സിക്കം, ഒരു ഗ്രീൻ ആപ്പിൾ, ഒരു ചുവന്ന ആപ്പിൾ, ഒരു ക്യാരറ്റ്, ഒരു അനാറ്, പിന്നെ ഒരു തക്കാളി. ഇത് കൂടാതെ ഇതിലേക്ക് ഞാൻ സ്വീറ്റ് കോൺ എന്ന് പറയും, നമുക്ക് ഈ ഫ്രോസണാണ്, ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇൻസ്ട്രക്ഷൻസ് പോലെ ചെയ്താൽ മതി. ഇതൊരു 4 മിനിറ്റ് ഓവൻ്റെ അടുത്ത് വെച്ച് മൈക്രോവേവ് വെച്ചിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്ത് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കുറച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഞാനൊരു 3-4 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ക്യാരറ്റ് ഇത്ര എടുക്കത്തില്ല, കുറച്ചും കട്ട് ചെയ്ത് മാറ്റി വെക്കും. അതുപോലെ പോമിഗ്രാനറ്റിൻ്റെ പകുതി എടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കണമെന്നില്ല, പക്ഷേ എനിക്ക് തക്കാളി ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തക്കാളിയും കൂടെ ഇതിൻ്റെ കൂടി ഇടുന്നത് കേട്ടോ. അപ്പം ചിലർ പറയും സാലഡിനകത്ത് വെള്ളമായി പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്നതിന് കുറച്ച് മുന്നേ ഇത് അരിഞ്ഞ് വെച്ചാലും മതി. സീഡില്ലാത്ത ഒലിവ് ഉണ്ട് ബോട്ടിൽ കിട്ടുന്ന, അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്തിടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാണിച്ച ക്യാരറ്റിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചു, ഒരു ചെറിയ പീസ് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒലിവ്, അതുപോലെ ആ അനാറിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ, പിന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞെടുത്തു. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം, കാരണം നമ്മൾ ഓൾറെഡി ആപ്പിൾ അരിഞ്ഞല്ലോ. ആപ്പിൾ അറിയാമല്ലോ, ഓക്സിഡേഷൻ സംഭവിച്ച് പെട്ടെന്ന് കറുത്തു പോകും. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. സ്വീറ്റ് കോൺ വേവിച്ച് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാമേ. കുറച്ച് വൈറ്റ് പെപ്പർ. അപ്പം ഇതില്ലെങ്കിൽ സാധാരണ കുരുമുളക് മാത്രം ചേർത്താൽ, ഞാൻ ഇതും കൂടെ ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ. ലേശം കുരുമുളക് പൊടി. അപ്പം ഞാൻ ഇതിൽ ഉപ്പ് ചേർക്കാറില്ല, പക്ഷെ നിങ്ങൾക്ക് ഉപ്പില്ലാതെ കഴിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഉപ്പ് ചേർത്തു. എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഉപ്പ് വേണം. അപ്പം ഞാൻ പക്ഷേ ഉണ്ടാക്കും ഇതിൽ ഉപ്പ് ചേർക്കാതാണ്. നാരങ്ങ നീരൊക്കെ വരുമ്പോഴേ ഒരു നാരങ്ങ ചേർത്തിട്ടുള്ളൂ, 2 നാരങ്ങ വരെ ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ സാലഡ് നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ, നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല സൂപ്പർ, അതായത് കഴിക്കാൻ നല്ല രസമാണ്. ഇത് നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ആദ്യമേ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നത്തില്ല. അഥവാ തോന്നിയാലും വളരെ കുറച്ച് എമൗണ്ടിലേ കഴിക്കത്തുള്ളൂ. പിന്നെ ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ചീസില്ലേ, ഇതേപോലത്തെ ചീസ് അല്ലേ, ഇതിങ്ങനെ ഇത് സ്ക്വയറായിട്ട് കിട്ടുന്ന ചീസല്ല, ഇതിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടാവുന്ന 1-2 എടുത്ത് കട്ട് ചെയ്തിടാവുന്നതാണ് കേട്ടോ.
അപ്പം നല്ല റിച്ച് ആക്കണമെങ്കിലേ അപ്പം വേറൊന്നും പിന്നെ കഴിക്കണ്ട ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വെയിറ്റ് കുറയാനൊക്കെ ഡെയിലി ഈ ഒരു സാലഡ് ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പം പലരും സാലഡ് ഉണ്ടാക്കിയിട്ട് ഈ ഒരാകൃതി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന രീതിയിലൊക്കെ അരിഞ്ഞു വെക്കും. അപ്പോൾ നമ്മൾ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ മടുക്കും. പക്ഷെ ഇതേപോലെ ചെറിയ രീതിയിൽ അരിഞ്ഞ് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരും അല്ലാത്തവരും സ്ഥിരമായിട്ട് കഴിക്കണം. ഈ കോവിഡിൻ്റെയൊക്കെ സീസണല്ലേ, അപ്പോൾ കുറച്ച് സാലഡൊക്കെ നല്ലതായിട്ട് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. കുറച്ച് ഇമ്മ്യൂണിറ്റിയൊക്കെ കിട്ടട്ടോ. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.